നമസ്കാരം. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സോളാർ ഇൻഡസ്ട്രീസ് വെള്ളിയാഴ്ച 0.7% ഉയർന്ന് 6,850 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 7,830 നിന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭ്യമാണ്. ഒരു മാസം കൊണ്ട് 1.5% നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. സോളാർ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 6 മാസമായി 78% റിട്ടേൺ നൽകുകയും ചെയ്തു. സോളാർ ഇൻഡസ്ട്രീസ് എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ്. ആർമിക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പ്ലോസീവും വിവിധ ഡിഫൻസ് യൂണിറ്റുകളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ വാർഹെഡുമൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് സോളാർ എക്സ്പ്ലോസീവ്. സോളാർ എക്സ്പ്ലോസീവിൻ്റെ നാഗ്പൂരിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ്. നാഗ്പൂരിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ കോൾ മൈനിങ് ബ്ലാസ്റ്റുകൾ പാക്ക് ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 9ഓളം വർക്കേഴ്സ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ വർക്കിംഗ് അവറിലുണ്ടായ അപകടമായതുകൊണ്ട് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള പോസിബിലിറ്റിയുണ്ട്. ഗവൺമെൻറ് മരിച്ചവർക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. സോളാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ നിന്നും പുറത്തു വന്ന എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ ഇവിടെ കമ്പനിയുടെ ലിമിറ്റഡ് അസറ്റ് മാത്രമേ ഈ തീപിടുത്തത്തിൽ നശിച്ചിട്ടുള്ളൂ. അതായത് കാസ്റ്റ് ബൂസ്റ്റർ പ്ലാന്റിലാണ് ഇപ്രാവശ്യം തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് മാത്രമാണ് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കമ്പനിക്ക് ലഭിച്ച പല ഓർഡറുകളും ഡിലേ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും കോൾ ഇന്ത്യയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ച ഓർഡർ. കോൾ ഇന്ത്യയിൽ നിന്നും കോൾ മൈനിങ് ബ്ലാസ്റ്റുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഏകദേശം 14.7 ബില്യൺ രൂപയുടെ ഓർഡറാണ് കോൾ ഇന്ത്യയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചത്. ഈ ഓർഡർ ഡിലേ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ റീസെൻ്റ്ലി ഇന്ത്യൻ ആർമിക്ക് ആവശ്യമായ മൾട്ടി മോഡ് ഹാൻഡ് ഗ്രനേഡ്സ് നിർമ്മിക്കുന്നതിനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. 15% CAGR കൂടിയുള്ള ഗ്രോത്താണ് 2024 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. 21 മുതൽ 21 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 29% CAGR കൂടിയും എബിറ്റ് 30% CAGR കൂടിയും ഏണിംഗ് പെർ ഷെയർ 37% CAGR കൂടിയും വളർന്നിരുന്നു. നാളെ ഈ സ്റ്റോക്കിൽ വന്ന നെഗറ്റീവ് ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 6,884 രൂപ വിലയുള്ള സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ ഏറ്റവും മികച്ച സപ്പോർട്ട് ലഭിക്കുന്നത് 6,000 ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ റീസെൻ്റ്ലി സ്റ്റോക്ക് 6,000 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 7,300 വരെ ഉയർന്നു. പിന്നീട് അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് 6,000 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം 6,884 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ സ്റ്റോക്ക് ചിലപ്പോൾ വീണ്ടും 6,880 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് താൽക്കാലികമായി അടച്ചിടാനും ഇവിടെ ഫ്രഷ് ഇൻസ്പെക്ഷൻ നടക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് അല്പം മോശമായേക്കാം. രണ്ടാമത്തേത്, നാളെ റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം പ്രത്യേകമായും ശ്രദ്ധിക്കണം. റെയിൽവേ സെക്ടറിൽ റെയിൽവേ മിനിസ്റ്റർ പറയുന്നത് 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി റെയിൽവേ മിനിസ്ട്രി തയ്യാറായി എന്നുള്ളതാണ്. അതായത് വരുന്ന 2 മുതൽ 3 വർഷങ്ങൾക്കുള്ളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടി ഏകദേശം 3000ഓളം പുതിയ ട്രെയിൻ ട്രിപ്പുകൾ ആഡ് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് റെയിൽവേ തീരുമാനിച്ചു. ഇതിനുവേണ്ടി 7,000 മുതൽ 8,000ഓളം പുതിയ ട്രെയിനുകൾ പ്രൊക്യൂർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ഏകദേശം 12 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇതിവിടെ പാസഞ്ചർ സെക്ടറിൽ മാത്രമല്ല, മറിച്ച് ചരക്ക് ഗതാഗതത്തിലും റെയിൽവേ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇതിനുവേണ്ടി ഗതിശക്തി കാർഗോ ടെർമിനൽസ് നിർമ്മിക്കാനും റെയിൽവേക്ക് പ്ലാനുണ്ട്. ഇപ്പോൾ 27% മാത്രമായിട്ടുള്ള ചരക്ക് ഗതാഗതം 45% ഉയർത്താനുള്ള പ്ലാനാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. ഓവറാൾ ഇതെല്ലാം റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്